മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പോസ്റ്റർ പതിച്ചതിന് അറസ്റ്റിലായ മുഹമ്മദ് റിൻഷാദിനെ കേസിൽ കുടുക്കിയതാണെന്ന് കുടുംബം. രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ട തെറ്റ് റിൻഷാദ് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ല. കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നുവെന്നും ബന്ധുവായ ജലാലുദ്ദീൻ ന്യൂസ് 18നോട് പറഞ്ഞു. പി കരുണാകരൻ MP മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഓമനക്കുട്ടൻ 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ആ വീട്ടിലുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള പീതാംബരൻ്റെ വീട്, ആ വീട് പൂർണ്ണമായിട്ടും തകർത്തു. നിങ്ങൾ കണ്ടിരിക്കും, ആ പറമ്പിലുള്ള എല്ലാ തെങ്ങായാലും വാഴയായാലും എല്ലാം തന്നെ കൊത്തി നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ദിവസം അവരെ തന്നെ അമ്മയെയും അതുപോലെ തന്നെ മകളെയും അടക്കം മർദ്ദിക്കുന്ന സ്ഥിതിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കല്ലോട്ട് AKG മന്ദിരം, കല്ലോട്ട് കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലം നിങ്ങൾക്കറിയാം. അവിടെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് അതിനെയൊക്കെ തകർക്കുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ പാർട്ടി ഓഫീസിൻ്റെ കല്ല് വെച്ച സമയത്ത് ആ കല്ലെടുത്ത് കളഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും അവിടെ പാർട്ടി ഓഫീസ് വന്നു. ആ പാർട്ടി ഓഫീസാണ് പൂർണ്ണമായിട്ടും തകർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഏച്ചിലടുക്കത്തുള്ള EMS വായനശാലകൾക്കാണ് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിട്ട്. ഇവിടെ വായനശാലയാണ് തകർത്തത്, ഏച്ചിലടുക്കത്ത് വായനശാലയാണ് തകർത്തത്. അതിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് സഖാവ് ശേഖരേട്ടൻ നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാം, കാരണം നമ്മുടെ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഇവിടുത്തെ എല്ലാ ആൾക്കാരും അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവായിരുന്നു. ശേഖരേട്ടൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, ശാരദട്ടി, പിന്നെ അവരുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം തകർത്തു. ഇതിൻ്റെ മേലെയുള്ള ഇതേപോലെ തന്നെയുള്ള ഓഫീസും കാര്യങ്ങളും തകർത്തു. ഏച്ചിലടുക്കത്ത് തന്നെയുള്ള നായനാരുടെ പേരിലുള്ള വെയിറ്റിംഗ് ഷെഡ്, ആ വെയിറ്റിംഗ് ഷെഡ് പൂർണ്ണമായിട്ടും തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. കല്യോട്ടത്ത് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് വത്സൻ്റെതാണ്. വത്സൻ്റെയും ജയരാജൻ്റെയും കടകൾ. വത്സൻ്റെ കടയിൽ നിന്ന് 15.5 കിൻഡൽ റബ്ബറാണ് പകൽ തന്നെ പൂർണ്ണമായിട്ടും എടുത്ത് കത്തിച്ചത്. കുറേ കിൻഡൽ റബ്ബർ അവരെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജയരാജൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 4-5 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്ത് പോകാൻ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ, കലക്ടറുടെ, മറ്റാൾക്കാരുടെ ഒക്കെ അനുവാദം ചോദിച്ചിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളതാണ്. ആരുടെയും പിന്നെ നിരോധനാജ്ഞയൊന്നുമില്ല, അവിടെ ആർക്കും പോകാവുന്നതാണ്. പക്ഷേ ഒരു 10-15 ആളുകൾ കല്യോട്ട് ടൗണിൽ മുദ്രാവാക്യം വിളിക്കാനും ചീത്ത പറയാനുമായി നേരത്തെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് അവിടെ എത്തിയ സമയത്ത് മനസ്സിലായി. പക്ഷേ നമ്മൾ പാർട്ടി സഹാക്കളെ ആരും ഒന്നും കൂട്ടിയിട്ടില്ല. കാരണം ജനപ്രതിനിധികളും ഇവിടുത്തെ പാർട്ടിൻ്റെ ആൾക്കാർ മാത്രമേ പോയിട്ടുള്ളൂ. അത് പോലീസുകാരോടും പറഞ്ഞു തരുന്നു. ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം അവിടെ പോകുന്ന സമയത്ത് വലിയ സംഘർഷമാണ്. ചിലപ്പോൾ ട്രോളിങ് ന്യൂസ്, ഇപ്പോൾ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ തന്നെ വന്നിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളെല്ലാം തന്നെ. അവിടെ വലിയ സംഘർഷമാണ്, പോകാൻ വേണ്ടി കഴിയുന്നില്ല എന്ന നിലയിലുള്ള വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പി കരുണാകരൻ MP കല്യാട്ട് ആക്രമണം നടന്ന സ്ഥലങ്ങൾ, വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്.